ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് സാമ്പാർ ചീര കൊണ്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. സാമ്പാർ ചീര കൊണ്ടുള്ള വേറെയും റെസിപ്പി ഞാൻ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിന് നമ്മൾ സാമ്പാർ ചീര, സിലോൺ ചീര, തോട്ടച്ചീര എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിന് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളിന്ന് ഇത്രയും സാമ്പാർ ചീര വെച്ചിട്ടാണ് തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒന്ന് അരിഞ്ഞെടുക്കണം. നമ്മളിന്ന് ഈ ഒരു ചട്ടിയിലാണ് ചീരത്തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സാമ്പാർ ചീര ചേർത്ത് കൊടുക്കാം. അങ്ങനെ വളരെ ചെറുതായിട്ടൊന്നും അരിഞ്ഞെടുത്തിട്ടില്ല. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് അരിഞ്ഞെടുത്തതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് സാമ്പാർ ചീര വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളുടെ സാധാരണ ചീരയെ പോലെയല്ല, അതിനേക്കാളും കുറച്ചുകൂടി ടൈം അധികം എടുക്കും വെന്ത് കിട്ടാൻ. നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളവും കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി തേങ്ങ ചിരകിയതും ഏകദേശം ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളം മുഴുവനായും വറ്റിയതിന് ശേഷം മാത്രമേ ഇതുപോലെ തേങ്ങ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. അതുകൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പോഷക സമ്പുഷ്ടമായ സാമ്പാർ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കൂട്ടിക്കഴിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ സാമ്പാർ ചീരത്തോരൻ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.